ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി സൂഫ്ലേ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റും അതേപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. നമുക്ക് ഇതിനൊക്കെ ചെയ്യാം, അതേപോലെ തന്നെ പെരുന്നാൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കോൺഫ്ലോർ ഒരു 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊരു ക്രീമി പരുവത്തിലുള്ള പുഡിങ്ങാണ് വേണ്ടത്, അതുകൊണ്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ ചൈന ഗ്രാസ് ചേർത്താൽ മതി കേട്ടോ. ഇത് നല്ല കട്ട കെട്ടാതെ മിക്സാക്കിയ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇതിലോട്ടേക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരാളെ ഏൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതിന് മുൻപ് തേങ്ങാപ്പാലിൽ കട്ടിയുള്ള തേങ്ങാപ്പാലിൽ മിൽക്ക് മെയ്ഡും അതേപോലെ തന്നെ കുറച്ച് ക്രീമും കൂടി ചേർത്ത് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മുൻപ് ചെയ്ത് വെച്ചാൽ മതി, എന്നിട്ട് മറ്റേത് കുറുക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ക്രീം നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ ഓപ്ഷണലായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാനിവിടെ ഫിയോന ക്രീം ഞാനൊരു 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മിൽക്ക് മെയ്ഡ് ചെറിയ ടിന്നില്ലേ, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ മിൽക്ക് മെയ്ഡും ക്രീമും ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, അതിൽ പഞ്ചസാര ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. പിന്നെ ക്രീം ഓപ്ഷനിലാണ്, ഞാൻ ചുമ്മാ ഉള്ളത് കൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. എന്നിട്ട് നമ്മൾ തിക്കായ ബാറ്ററിലോട്ടേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കൂടുതൽ അങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊരു തിള വരൂലേ, മിക്സായി കഴിഞ്ഞപാടൊരു തിള വരൂലേ, ആ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സൈഡൊക്കെ ഒരു തിള വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുറച്ച് കൂടുതലായിട്ട് ചെയ്തെടുത്തത് കൊണ്ട് 2-3 പാത്രത്തിലോട്ടേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏതെല്ലാം ചെയ്തെടുക്കുന്ന അതിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് ട്രേയിലോട്ടേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി തന്നെ ഇവിടെ കുറച്ചൊന്ന് തണുത്ത ശേഷം, ചൂടാറിയ ശേഷം ഇതിലോട്ടേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്താൽ മതി. കുട്ടികൾക്ക് കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് വേണ്ടത് കൊണ്ട് ഒരു ലെയറായിട്ട് തന്നെ ഒരു ബൗളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറയുന്നത് ചോക്ലേറ്റ് നിർബന്ധമില്ല കേട്ടോ. ഇതിന് പകരമായിട്ട് ബൂസ്റ്റ് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റ് കേട്ടോ. ബൂസ്റ്റിലാണ് ഞാൻ ചെയ്തെടുക്കാറ്. ബൂസ്റ്റ് അടിപൊളിയാണ്, ചോക്ലേറ്റിനെക്കാട്ടി എത്രയോ അടിപൊളിയാണ് ബൂസ്റ്റ്. അപ്പോൾ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ബദാം ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് കടിച്ച് കിട്ടാൻ നല്ല രസമല്ല. അപ്പോൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 3-4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത് നല്ല സെറ്റായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്ര തണുപ്പ് ഉണ്ടാവില്ല. അപ്പോൾ 3-4 മണിക്കൂർ തന്നെ വെച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല തണുത്ത് ക്രീമി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.